നോക്കട്ടെ. സിം എന്തത്? അപ്പൊ ഇനി നീ ഇപ്പഴാ വിളിക്കണ? എത്ര നേരാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്? ഏത്? അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ 500 പണിക്കാരോട് നീ കൊണ്ടാവട്ടോ. ഓക്കെ എന്നാ നാളെ ഞാൻ ഉണ്ടാവില്ല, നാളെ എനിക്ക് എയർപോർട്ടിൽ പോണം. ഓക്കെ. മോനെ അൻസു, നീ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇല്ലമ്മാ. നിനക്ക് കുടിക്കാൻ എന്തേലും വേണോ? വേണ്ടമ്മ. അൻസു, നിനക്ക് നാളെ കൊണ്ടുപോകാൻ ഇനി എന്തേലും വേണേല് അളിയനോട് പറഞ്ഞ് വാങ്ങിപ്പിക്കാട്ടാ. ഓ വേണ്ട താത്ത, എല്ലാ പെട്ടിയും കെട്ടിപ്പൂട്ടി കഴിഞ്ഞു. അപ്പോഴാ അവളുടെ ഒരു സ്നേഹം. എവിടെ അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനോട് കാട്ടുന്ന പോലെ. ഇവർക്കൊക്കെ എന്നോടൊന്ന് പോണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെങ്ങനെ? അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സമ്മാനപ്പൊതി ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിലോ? അതാ. ഒരു മഴ വരേണ്ട താമസം. അപ്പം തുടങ്ങും കറണ്ടിന് സൂക്കേട്. ഉമ്മ, ആ തിരിയും തീപ്പെട്ടി എവിടാ? ഞാൻ എടുത്തു തരാം മോനെ. ആ കിട്ടി കിട്ടി കിട്ടി. ഇതിനൊക്കെ ഗൾഫ് തന്നെ നല്ലത്. അവിടെ ആകുമ്പോൾ ഇതുപോലെ കറണ്ട് കട്ടില്ലല്ലോ. ഇനി എപ്പോഴാണോ വരുന്നത്? അല്ലാ, ഡാ, വെളുപ്പിന് 4 മണിക്ക് എയർപോർട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞ ആളാ നീ. ഇതുവരെ ഉറങ്ങിയില്ലേ? കൊതുക് അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കരണ്ടും പോയി, നല്ല മഴയും. ഇവിടെ അതെ, കേട്ടില്ല മഴ. അവിടെ ഇതില്ലാതിരിക്കാൻ നീ അങ്ങ് അമേരിക്കയിലൊന്നും അല്ലല്ലോ. 10 വീട് അപ്പുറത്തല്ല നിന്റെ വീട്. അവിടെ ആരും ഇതുവരെ ഉറങ്ങിയില്ലേ? ഇവിടെ പെരുന്നാൾ വന്ന പോലെ അല്ലടാ. പെങ്ങന്മാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുക്കള കോലയല്ല കിടക്കുന്നത്. എന്തായി നിന്റെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ? പലചരക്കിടക്കാരൻ ശേഖരൻ പറഞ്ഞ് നിന്റെ അളിയൻ വന്ന് 1-2 കാലി കാട്ടും കൊണ്ടുപോയെന്ന്. എന്തുവാടെ ഇതിന് മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്? അത് പിന്നെ അച്ചാറും അലുവ കഷ്ണവും ചട്ടിപ്പത്തിരിയും ഒക്കെയാണ്. പിന്നെ എൻ്റെ കൂടെ താമസിക്കുന്ന കരീമിൻ്റെ ഉമ്മ കൊണ്ടുവന്ന എന്തൊക്കെയോ സാധനങ്ങളും. ചുരുക്കി പറഞ്ഞ ആ പെട്ടി ഇപ്പൊ ഗർഭിണിയായില്ലേ? നിന്റെ ഒരു ഡയലോഗ്. നിന്റെ കെട്ടിയോളും പിള്ളേരൊക്കെ ഉറങ്ങിയോ? നല്ല ഉറക്കാം. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ പഠിച്ചൊരു സീനത്തിനെ? ഏത്? തടിച്ച് പൊക്കം കുറഞ്ഞ് എല്ലാരും അവളെ ചീനക്കോഴിന്നാ വിളിച്ചിരുന്നത്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്ന് നീ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും. ഡാ, നമ്മുടെ ചീനക്കോഴിയില്ലേ, അവള് മുട്ടയിട്ടടാന്ന്. അതെ അതെ, നീ ഇതൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. നിന്നെ സമ്മതിക്കണം. നമ്മളുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ 2 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഈ അവധിക്കാലം പോരാ. അത്രക്കില്ലടാ. അല്ലടാ, നീ ഇത്തവണ പ്രവാസ ജീവിതം മതിയാക്കുന്നല്ലേ കഴിഞ്ഞ തവണ വന്നപ്പോ പറഞ്ഞത്? ശരിക്കും മടുത്തട സൂരജ്. ഓരോ തവണ അവധിക്ക് വരുമ്പോഴും ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും പ്രതീക്ഷയുമായി അങ്ങോട്ട് തന്നെ യാത്രയാവുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ടെൻഷൻ അതല്ല, നാളെ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആ ടെൻഷൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ പിറ്റേന്ന് മുതൽ നിന്റെ കൂടപ്പുറപ്പല്ലേ? അതെ, അതൊന്നും മനഃപൂർവ്വം മറക്കാന്ന് കരുതിയാലോ? അപ്പം തുടങ്ങും നാട്ടുകാരുടെ ചോദ്യങ്ങൾ. എന്ന് വന്നു, എപ്പോൾ പോകുന്നു എന്നൊക്കെ. ഒന്നിനോടൊരു താല്പര്യമില്ലടാ. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഇനി എത്ര നാളിങ്ങനെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ പിരിഞ്ഞ് ഇതുപോലൊന്നും നന്നായി ചിരിക്കാൻ പോലും അവിടെ കഴിയാറില്ലടാ. സ്പോൺസറിന്റെ ദേഷ്യപ്പെടലും അയാളുടെ ഭാര്യമാരുടെ തെറിവിളികളും മക്കളുടെ പരിഹാസച്ചിരിയും ആലോചിക്കുമ്പോൾ 2 വർഷം
ഒരവധിക്ക് വേണ്ടിയുള്ള 2 വർഷം. അത് പോകുന്നത് ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കാൻ എനിക്ക് കഴിയും. എനിക്കിപ്പോൾ അറിയാം നീ വായ പൊളിച്ചിരിക്കുന്നുണ്ടാവുമെന്ന്. ലീവ് തീരുന്ന ദിവസം ഉള്ളിൽ നിന്നും ഒരാന്തല. അതാ ഞാൻ. അതെ, എല്ലാ തവണയും പോകുന്നതിൻ്റെ തലേന്ന് നിന്റെ സങ്കടം മൊത്തം എൻ്റെ മുന്നിൽ ഛർദ്ദിക്കാറുണ്ടല്ലോ. അതിൻ്റെ പേരിൽ അതെനിക്ക് മനസ്സിലാവും. പിന്നെ ഞാനും 2 വർഷം അനുഭവിച്ചല്ലടാ. നിന്നെ പോലെ കടുത്ത ബാധ്യതകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കിവിടെ വേഗം സെറ്റിലാവാൻ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഈ 15 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതല്ലാതെ നീ മറ്റൊന്നും നേടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തമായ ഒരു വീടോ ഒരു വാഹനോ അതൊക്കെ പോട്ടെ, ഒരു പെണ്ണ് കെട്ടാൻ പോലും നിനക്ക് പറ്റിയോടാ. സ്വന്തം അക്കൗണ്ടിലാണെങ്കിലോ വട്ടപൂജ്യം. എന്നിട്ടും നീ ഗൾഫ് എന്നും പറഞ്ഞ് നിന്റെ ഈ അങ്ങോട്ടുള്ള പോക്ക് കാണുമ്പോഴാ 4-5 തവണ ആയില്ലടാ നീ പോക്ക് വരെ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം എന്തോ ഒലക്കാടാ അവിടെ ഉള്ളത്. നീ എന്താടാ ഈ പറയുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ല. നീ പറഞ്ഞ പോലെ എനിക്കൊരു കല്യാണവും ഉമ്മയ്ക്കും കുടുംബത്തിനും കയറിക്കിടക്കാനൊരു വീടും, ഇതൊക്കെ ഞാൻ എങ്ങനെയാടാ ഇവിടെ നിന്ന എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ നിനക്ക് ഇവിടെ ഒരു ജോലിയെ കുറിച്ച് ഓർത്താണോ ടെൻഷൻ? പാസ്പോർട്ട് ഉണ്ടോടാ കയ്യില്? ഉണ്ടെങ്കില് ആദ്യത്തെ പേജിൽ നിന്ന് എടുത്ത് നോക്കിയ നീ. എന്താടാ? എന്താ? നീ പറ, കാര്യം പറ. എടാ 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 ഇത് നീയാണോ ചെയ്തത്? എടാ ഇതിലെ പേജ് കാണുന്നില്ല. നിനക്ക് അവിടെ എത്ര സാലറി നീ പറഞ്ഞത്? നീ എൻ്റെ പാസ്പോർട്ടിന്റെ കാര്യം പറ ആദ്യം. നീ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി ഇതാ. ഇന്ത്യൻ മണി 20,000. എന്തേ? ഏയ് ഒന്നുമില്ല. അതിൽ അവിടുത്തെ ചെലവ് കഴിഞ്ഞ് എത്ര രൂപ കയ്യിലുണ്ടാവും? ഒരു 15,000. പിന്നെ നിന്റെ 2 കൊല്ലം കൂടുമ്പോഴുള്ള വരവിന് എത്ര പൊട്ടും? ഒരു 1,00,000 പൊടിയും. അങ്ങനെ നോക്കുമ്പോൾ നിന്റെ മാസ ശമ്പളത്തിൽ നിന്നും 4,000 രൂപ അതിന് മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ 11,000 രൂപയ്ക്ക് വേണ്ടിയാണ് നീ നാടും വീടും വിട്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ ഈ പാസ്പോർട്ട് കീറിയതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോടാ? നീ എൻ്റെ കൂടെ കൂടിക്കോ. കോൺട്രാക്റ്റ് പരിപാടിയാണ്. ഡെയിലി 1000 രൂപ നിൻ്റെ കയ്യിൽ ഞാൻ വെച്ച് തരും. കല്ലും മണ്ണും ചുമക്കേണ്ടി വരും. തേപ്പ് തൊട്ട് മാർബിൾ പണി വരെ ചെയ്യേണ്ടി വരും. എടാ അത് പിന്നെ അൻസേ, ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് നടന്നാലൊന്നും നാട്ടിൽ കാശുണ്ടാക്കാൻ പറ്റില്ല. വെറുതെ കുളിക്കാൻ പോകുമ്പോൾ മാത്രം ആണാണെന്ന് തോന്നിയിട്ടും കാര്യമില്ല. തീരുമാനിക്കണം. അന്യ നാട്ടിൽ കൊണ്ടുപോയി കളയുന്ന നമ്മുടെ ഊർജം സ്വന്തം നാട്ടിൽ കൊടുത്ത് കാശുണ്ടാക്കാൻ നോക്കണം. അതിന് നല്ല നെഞ്ചുറപ്പുണ്ടായാൽ മതി. നിനക്കറിയോ, ഇന്നലെ എൻ്റെ കൂടെ പണിക്ക് നിന്നിരുന്ന ബംഗാളി നാട്ടിലോട്ട് അയച്ചത് 35,000 രൂപയാണ്. പണി നല്ലോണം ഇവിടെ ഉണ്ട്. അതുകൊണ്ടല്ലടാ അവരൊക്കെ ഇവിടേക്ക് വന്നത്. വല്ലോടത്തും വന്ന് അവനത് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? നാട്ടിൽ കട്ടിയുള്ള ഒരു പണിക്കും ഇറങ്ങില്ല. ലീവിന് വന്ന് സ്പ്രേ അടിച്ച് നടക്കാനും നാടിനെ കുറ്റം പറയാനും ഞാൻ പ്രവാസി എന്ന് പറഞ്ഞ് കരയാനും അല്ലാതെ വേറെ എന്തറിയാം? നീ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിൻ്റെ തലേന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, നിന്നെ ഞാനിനി അങ്ങോട്ട് വിടില്ലെന്ന്. എനിക്കുറപ്പുണ്ട്, ഇത്രയും കുറഞ്ഞ ശമ്പളത്തിനാണ് നീ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ വീട്ടുകാരറിഞ്ഞെങ്കിൽ അവർ നിന്നെ അങ്ങോട്ട് അയക്കില്ലായിരുന്നു. അതെങ്ങനെയാ? ഒരു പ്രവാസിയും ഒരു കഷ്ടപ്പാടും ആരെയും അറിയിക്കില്ലല്ലോ. ഇത് നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടാ? നേരത്തെ പറഞ്ഞ ഒന്നും നടക്കില്ല. ചിലപ്പോൾ നീ പുതിയ പാസ്പോർട്ടും വിസയൊക്കെ റെഡിയാക്കും. മാത്രമല്ല, ഇവിടുന്ന് പോകുന്നതിൻ്റെ ടെൻഷൻ തലക്ക് പിടിക്കുന്നത് പോകുന്നതിൻ്റെ തലേന്നാളാണല്ലോ. ഇത് എടാ ഇത് നീ എപ്പോൾ ചെയ്തടാ ഞാനറിയാതെ? ഇന്നലെ രാവിലെ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി നീ ട്രാവൽസോട്ട് കയറിപ്പോയില്ലേ? അപ്പോൾ ഞാൻ കാറിൽ ഇരുന്നുകൊണ്ട് ചെയ്തതാ. നിനക്ക്
നിനക്കിപ്പോ സന്തോഷായില്ലേ? ഇതിൽ കൂടുതൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഞാൻ വീട്ടുകാരോട് എന്ത് പറയും? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? പോകുന്ന വിമാനം കേടായി, അത് നന്നാക്കി കഴിഞ്ഞാൽ പൈലറ്റ് വീട്ടിലോട്ട് വിളിച്ചു പറയും, അപ്പൊ പോകുമെന്ന് പറയണം. അല്ല പിന്നെ ഒലക്കേടെ മൂഡ്. നീ സുഖമായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കടാ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ?